താരനും മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ താരനും മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് നമുക്ക് വീട്ടിൽ സോപ്പ് ഉണ്ടാക്കിയെടുത്താൽ മുടി നല്ല രീതിയിൽ വളരാനൊക്കെ ആയിട്ട് നല്ലൊരു ആയുർവേദ സോപ്പ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഷികാക്കായും റീത്തക്കായും ഉണക്കനെല്ലിക്കയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടുതൽ കുറച്ച് ഉലുവയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എടുക്കുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ ഈ റീത്തയും ഷികാക്കായും അതുപോലെ തന്നെ ഉണക്കനെല്ലിക്കയും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ സൈറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. റീത്തയുടെ ഷികാക്കായുടെ ആ പിക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കയറി വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എടുത്തിട്ട് തലേന്ന് നമ്മളൊന്ന് വെള്ളത്തിട്ട് കുതിർത്തി വെക്കണം. അപ്പോൾ ഈ ഷികാക്കായ റീത്തയും ഉണക്കത്തിൻ്റെയൊക്കെയും അതുപോലെ കുറച്ച് ഉലുവ പിന്നെ റോസ്മേരിയുടെ ലീഫ് ഇത് ഉണ്ടെങ്കിൽ ഇത്രയും കൂടി ചേർത്തെടുത്തിട്ട് നമ്മൾ തലേന്ന് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി വെച്ചിട്ട് പിറ്റേന്നത്തേക്ക് എടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സത്തൊക്കെ ഇളകി നല്ല രീതിയിൽ സെറ്റായി കിട്ടും. നല്ല ചുവന്ന കളർ വെള്ളം കിട്ടും കേട്ടോ ഇതുപോലെ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് കറക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്കൊന്ന് കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താരനും കുട്ടികൾക്കൊക്കെ പെൻഷനിലൊക്കെ ഉണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ താരം മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. മുടി കൊഴിച്ചിലും മാറും, പെൻഷനിലൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1-2 തണ്ട് ആര്യവേപ്പിൻ്റെ ഇലയും പിന്നെ കറ്റാർവാഴ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണമെന്നില്ല, ഉള്ളവർക്ക് ചെറിയൊരു കഷ്ണം കറ്റാർവാഴ ഉണ്ടെങ്കിൽ തണ്ട് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് ഇതുപോലെ നരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുന്നില്ല, കാരണം കറ്റാർവാഴയുടേതായ അതിൽ വെള്ളം ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ആ കുതിർത്ത് വെച്ചേക്കുന്ന വെള്ളം അത് കൊഴിച്ചേക്കുന്നത് കൊണ്ട് അത്ര വെള്ളം മതി. അപ്പം ഒരുപാട് വെള്ളം ചേർക്കാണ്ട് പേസ്റ്റ് പോലെ ഇതുപോലെ അങ്ങോട്ട് നല്ലൊരു ഗ്രേവി പരുവത്തിൽ അങ്ങോട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ സോപ്പ് ബേസ് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇഷ്ടംപോലെ സോപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സോപ്പ് ബേസും അതുപോലെ റോസ്മേരിയുടെ ലീഫും ഷികാക്കായ റീത്തക്കായ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ആ വീഡിയോയുടെ താഴെ മലയാളത്തിൽ എഴുതിയിട്ടില്ലേ, അവിടെ നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ ലിങ്കുകൾ കാണാം. സോപ്പ് ബേസ് അതുപോലെ തന്നെ നമ്മുടെ റോസ്മേരിയുടെ ലീഫ് ഷികാക്കായ റീത്തക്കായും മൗൾഡ് വരെ ഇട്ടേക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കണതിൻ്റെ മൗൾഡ് വരെ. അപ്പം നിങ്ങൾക്ക് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ കയറി വാങ്ങാൻ നല്ല ഓഫർ പ്രൈസിൽ കിട്ടും കേട്ടോ. അപ്പം കയറിയിട്ട് കണ്ടില്ല എന്ന് പറയണ്ട. ഒരുപാട് പേര് ലിങ്ക് എവിടെയെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ താഴെ മലയാളത്തിൽ എഴുതിയിട്ടേക്കുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. താഴെ എല്ലാത്തിൻ്റെ സൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കയറി വാങ്ങിച്ചോ. അപ്പോൾ ഇതുപോലെ ഇതെല്ലാം മുറിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഈ ആ ഒരു ചെറിയൊരു കഷ്ണം ഓറഞ്ച് കളറിൻ്റെ സോപ്പ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പിയേഴ്സിൻ്റെ സോപ്പിൻ്റെ ഒരു കഷ്ണം ഇട്ടേക്കുന്ന കേട്ടോ. അപ്പം നിങ്ങൾക്ക് മണത്തിന് പിയേഴ്സിൻ്റെ സോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സോപ്പ് ഇരിപ്പുണ്ടെങ്കിൽ ആ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ മുറിച്ചിട്ട് നമ്മൾ സോപ്പ് ബേസിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ഉരുക്കിയെടുത്താൽ മതി. ഈ ഉരുക്കിയെടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ചായപാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇങ്ങനെ ആ കട്ടകൾ അരിഞ്ഞിട്ട് വെച്ചേക്കുന്ന കട്ടകൾ ഇട്ട് വെച്ചിട്ട് ഇതിങ്ങനെ ഉരുക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഇതുപോലെ കിട്ടും. എന്നിട്ട് നമ്മൾ അരച്ച് ചേക്കുന്ന ഐറ്റംസില്ലേ അത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. നമുക്ക് സ്കിന്നിന് മാത്രമല്ല തലമുടിക്ക് നല്ല വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ കേട്ടോ. അപ്പോൾ ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും ഗ്ലിസറിനും എല്ലാത്തിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. നിങ്ങൾ ആവശ്യമുള്ള പിള്ളേരുണ്ടെങ്കിൽ കയറി വാങ്ങിച്ചോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2-3 തുള്ളി ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തലമുടിക്ക് നല്ലൊരു തിളക്കം കിട്ടും. നമ്മൾ ഈ സോപ്പ് മുഖത്തിലും കൂടെ ഇട്ടിട്ട് കഴുകുന്നതല്ല, അപ്പം ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ ഫേസിൽ നമ്മൾ ഈ സോപ്പിട്ട് കഴുകുമ്പോൾ കേട്ടോ. അപ്പോൾ 2-3 തുള്ളി ഗ്ലിസറിനും കൂടി എടുത്ത് ഒഴിച്ചു കൊടുക്കണേ. പിന്നെ നമ്മൾ ഈ സോപ്പ് ബേസും അതുപോലെ തന്നെ നമ്മളിപ്പോൾ അരച്ച് ചേർത്തേക്കുന്ന കൂട്ടില്ലേ, ആ കൂട്ട് നമ്മളിങ്ങനെ ചേർക്കുമ്പം ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 1/2 ഗ്ലാസ്സോളം വരുന്ന രീതിയിലാണ് നിങ്ങൾ അരച്ച് ചേർക്കുന്ന ഐറ്റംസ് ചേർക്കാവുള്ളൂ. പിന്നെ ഒരു 150 ഗ്രാമോളം വരുന്ന രീതിയിലാണ് കേട്ടോ നിങ്ങൾ സോപ്പ് ബേസ് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സോപ്പ് ഇങ്ങനെ ഉറച്ച് വരത്തില്ല, അങ്ങനെ ലൂസായി പോവും. ഈ ചക്കപ്പഴം പോലെ ഇരിക്കുന്ന പോലെ ആയിപ്പോവും, ഉറക്കത്തില്ല. അപ്പം നിങ്ങൾ കൂട്ട് ചേർക്കുമ്പം ഒരു 1/2 ഗ്ലാസ്സോളം വരുന്ന രീതിയിലാണ് അരച്ചേക്കുന്ന ഐറ്റംസ് ചേർക്കാവുള്ളൂ. പിന്നെ ഒരു 150 ഗ്രാമോളം വരുന്ന രീതിയിൽ സോപ്പ് ബേസും കൂടി ചേർക്കണം. അപ്പം ഞാൻ ലിങ്ക് ഇട്ടേക്കുന്നതിനകത്ത് 1 കിലോയുടെ സോപ്പ് ബേസാട്ടോ ഇട്ടേക്കുന്നത്. അപ്പം അത് 160 രൂപയുടെ ഒക്കെ അടുത്തേ വരുന്നുള്ളൂ. ഒരുപാട് സോപ്പ് ഉണ്ടാക്കാം. ഒരു 100 ഗ്രാം സോപ്പ് ഒരു ഇതിൽ കട്ട് ചെയ്ത് എടുത്താലും ഒരു 2 സോപ്പ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടംപോലെ സോപ്പ് ഉണ്ടാക്കാം. ഒരു 10-12 സോപ്പുകൾ ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പോൾ നിങ്ങൾക്ക് ഈ മൗൾഡ് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെന്തെങ്കിലും കുപ്പിയുടെ അടിഭാഗം കട്ട് ചെയ്തിട്ട് അതിനകത്തൊക്കെ ഇച്ചിരി എണ്ണ തൂത്തിട്ട് നിങ്ങളെടുത്ത് ഒഴിച്ചു വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു വെച്ചേക്കാൻ ഞാനിത് ഒഴിച്ചു വെച്ചത് മൗൾഡിലാണ് കേട്ടോ. അപ്പോൾ ഈ മൗൾഡ് ഇല്ലാത്തവർ ടെൻഷൻ അടിക്കേണ്ട, കുപ്പിയുടെ അടി വെട്ടിയിട്ട് വെച്ചാലും മതി.
അപ്പം നമ്മളിങ്ങനെ കുപ്പിയുടെ അടിയിൽ വെട്ടി വയ്ക്കുമ്പം ആ അടിഭാഗത്ത് ഇച്ചിരി വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ തൂത്തിട്ടാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെ വിട്ടുപോരും, കണ്ടില്ലേ, പെട്ടെന്ന് വിട്ടുപോരും. അപ്പോൾ നമ്മളിത് ഒരു 2-3 മണിക്കൂർ നേരം വെളിയിലെടുത്ത് വെച്ചാലാണ് ഉറച്ച് കിട്ടത്തുള്ളൂ. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 2 മണിക്കൂർ നേരം കൊണ്ട് പെട്ടെന്ന് ഉറച്ച് കിട്ടും. അപ്പം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചത് ഉറപ്പിച്ചെടുത്തിട്ട് നിങ്ങളിതുപോലെ സോപ്പൊക്കെ നമ്മൾ സാധാ സോപ്പിട്ട് എങ്ങനെ കഴുകുന്നു അതുപോലെ എടുത്തങ്ങ് കഴുകുവാണെങ്കിൽ നല്ല പതയുണ്ടാവും ഉണ്ടാവും. മണത്തിന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എസൻസ് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ സോപ്പ് ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ടല്ലോ ഷാമ്പൂലൊക്കെ ഒഴിക്കുന്നത്, എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബിൻ്റെ അതിനകത്ത് ഇട്ട് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ കയറിയിട്ട് താഴെ മലയാളത്തിൽ ഡിസ്ക്രിപ്ഷൻ എഴുതിയേക്കുന്ന ഭാഗത്ത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ലിങ്ക് കാണാം. ആവശ്യമുള്ളത് കയറി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ആ വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ.